ഹായ്, നമസ്കാരം പ്രിയ സിനിമാ സ്നേഹികളെ, എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഈ ആഴ്ച അധികം പടമൊന്നും തിയേറ്ററുകളിൽ റിലീസായിട്ടില്ല. എങ്കിൽ തന്നെയും 2 പടങ്ങളാണ് മെയിനായിട്ടുള്ളത്. അതൊന്ന് മലയാളം പടമാണ്, രണ്ടാമത്തത് ഹിന്ദി പടമാണ്. മലയാളം പടം വിദ്യാർത്ഥിനികളെ എന്നൊരു പടമാണ്. ഹിന്ദി പടം ശതക്കാണ്, സംകേ സൗ വർഷ്, അങ്ങനൊരു പടമാണ്. ഏതായാലും നമുക്ക് ആദ്യമായിട്ട് വിദ്യാർത്ഥിനികളെ എന്ന സിനിമയുടെ റിവ്യൂ ആണ് നമ്മൾ ചെയ്യുന്നത്. ഒരു ക്യാമ്പസ് സിനിമ എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ ഉള്ളിൽ ആദ്യം വരുന്നത് പ്രണയവും ആഘോഷങ്ങളും നിറഞ്ഞ കുറച്ച് സീനുകളാണ്. എന്നാൽ അരുൺ അമുക്ത സംവിധാനം ചെയ്ത വിദ്യാർത്ഥിനികളെ ആ പതിവ് ശൈലിയിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ ശ്രമിക്കുന്ന ഒരു ചിത്രമാണ്. ഒരു കോളേജ് ക്യാമ്പസ് പശ്ചാത്തലമാക്കി ഒരുക്കിയിരിക്കുന്ന ഈ ചിത്രം വിദ്യാർത്ഥികൾക്കിടയിലെ മത്സരവും സൗഹൃദവും പ്രണയവും അതിലുപരി വിദ്യാർത്ഥി രാഷ്ട്രീയമോ അല്ലെങ്കിൽ ക്യാമ്പസിനുള്ളിലെ സംഘർഷങ്ങളോ എങ്ങനെ അവരുടെ ജീവിതത്തെയും ഭാവിയെയും ബാധിക്കുന്നു എന്നതാണ് ചർച്ച ചെയ്യുന്നത്. സൗഹൃദങ്ങളിൽ ഉണ്ടാകുന്ന വിള്ളലുകളും അപ്രതീക്ഷിതമായ ആക്രമണങ്ങളും ഒരു കൂട്ടം വിദ്യാർത്ഥികളുടെ സ്വപ്നങ്ങളെ എങ്ങനെയൊക്കെ മാറ്റിമറിക്കുന്നു എന്നത് ഇതിൽ വളരെ റിയലിസ്റ്റിക്കായിട്ട് കാണിച്ചിട്ടുണ്ട്. അഭിനേതാക്കൾ നോക്കുവാണെങ്കിൽ മനോജ് വിവാനും ഭാവന അപ്പുവുമാണ് ഇതിനകത്തെ താരങ്ങളൊക്കെ. പുതുമുഖങ്ങളാണെങ്കിലും ക്യാരക്ടറുകളെ വളരെ സ്വാഭാവികമായി അവതരിപ്പിക്കാനായിട്ട് ഇവർക്കായിട്ടുണ്ട്. ഭാവനയുടെ സ്ക്രീൻ പ്രസൻസ് സിനിമയ്ക്ക് വലിയൊരു മുതൽക്കൂട്ടാണ്. പ്രധാന വേഷങ്ങളിൽ എത്തുന്ന ഇവർ തമ്മിലുള്ള കെമിസ്ട്രി സ്ക്രീനിൽ വളരെ സ്വാഭാവികമായിട്ട് തന്നെ തോന്നും. പ്രത്യേകിച്ച് വൈകാരിക രംഗങ്ങളിൽ ഇവർ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. സപ്പോർട്ടിംഗ് കാസ്റ്റായിട്ട് അധ്യാപകരായും രക്ഷിതാക്കളായും എത്തുന്ന അഭിനേതാക്കൾ കഥയ്ക്ക് ആവശ്യമായ ഗൗരവം തന്നെ നൽകുന്നുണ്ട്. പ്രകടനത്തിൽ മികച്ചു നിൽക്കുന്ന താരം ചന്ദ്രൻ ഷെട്ടിയാണ്. ക്യാമ്പസിലെ ഗൗരവമേറിയ സാഹചര്യങ്ങളെ തൻ്റെ അഭിനയത്തിലൂടെ മികച്ച രീതിയിൽ അദ്ദേഹം അവതരിപ്പിച്ചിട്ടുണ്ട്. സാങ്കേതിക വശങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ അരുൺ അമുക്തയാണ് സംവിധാനം ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു. ഇന്നത്തെ തലമുറയുടെ പ്രശ്നങ്ങളെ വളരെ വ്യക്തമായി അവതരിപ്പിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചിട്ടുണ്ട്. സിനിമയിലെ തമാശകളും സൗഹൃദങ്ങളും നാടകീയതയില്ലാതെ തന്നെ വളരെ മനോഹരമായിട്ട് പകർത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസം കേവലം മാർക്കുകൾക്ക് വേണ്ടിയുള്ളതല്ല, മറിച്ച് വ്യക്തിത്വ രൂപീകരണത്തിനുള്ളതാണെന്ന സന്ദേശം ചിത്രം നൽകുന്നുണ്ട്. വിജയ് കൃഷ്ണ ഒരുക്കിയ പശ്ചാത്തല സംഗീതം സിനിമയുടെ ഇമോഷണൽ രംഗങ്ങൾക്ക് കൂടുതൽ ജീവൻ നൽകുന്നുണ്ട്. യുവാക്കളെ ആകർഷിക്കുന്ന തരം ഗാനങ്ങളും ചിത്രത്തിലുണ്ട്. ഈ സിനിമയുടെ ഏറ്റവും വലിയ കരുത്ത് അതിൻ്റെ സംഗീതമാണ്. വിജയ് കൃഷ്ണ തന്നെയാണ് ചിത്രത്തിന് സംഗീതം നൽകിയിരിക്കുന്നത്. സിനിമയുടെ മൂഡ് നിലനിർത്തുന്നതിൽ ബാക്ക്ഗ്രൗണ്ട് സ്കോർ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. കോളേജ് ക്യാമ്പസിലെ തിരക്കുകളും ഹോസ്റ്റൽ ജീവിതവും വളരെ മനോഹരമായി ക്യാമറയിൽ പകർത്തിയിട്ടുണ്ട്. കോളേജ് പശ്ചാത്തലത്തിലുള്ള ഒരു ഉന്മേഷദായകമായ ഒരു പാട്ട് യുവാക്കൾക്കിടയിൽ ഇതിനോടകം തന്നെ ശ്രദ്ധിക്കപ്പെട്ട് കഴിഞ്ഞു. പ്രണയവും വിരഹവും പ്രമേയമാകുന്ന മെലഡി ഗാനങ്ങൾ സിനിമയുടെ വൈകാരികത വർദ്ധിപ്പിക്കുന്നുണ്ട്. പാട്ടുകളിലെ വരികൾ ലളിതവും എന്നാൽ വളരെ അർത്ഥവത്തുള്ളതുമാണ്. കേരളത്തിലെ കോളേജ് അന്തരീക്ഷവും പ്രകൃതി ഭംഗിയും ഒപ്പിയെടുക്കുന്നതിലെ ക്യാമറ വർക്ക് വലിയ വിജയം കണ്ടിട്ടുണ്ട്. സിനിമയുടെ പോസിറ്റീവ് വശങ്ങൾ എടുക്കുകയാണെങ്കിൽ പുതുമയുള്ള താരങ്ങളാണ്. വലിയ താരങ്ങളില്ലാതെ തന്നെ കഥയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള കാസ്റ്റിംഗ് മികച്ചതാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. യാഥാർത്ഥ്യബോധം നോക്കുവാണെങ്കിൽ സിനിമയിലെ സംഭാഷണങ്ങൾ വളരെ സ്വാഭാവികമാണ്. ഇന്നത്തെ തലമുറയിലെ വിദ്യാർത്ഥികൾ സംസാരിക്കുന്ന രീതിയിലുള്ള ഡയലോഗുകൾ പ്രേക്ഷകർക്ക് എളുപ്പത്തിൽ കണക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൻ്റെ ഒരു സന്ദേശം നോക്കുവാണെങ്കിൽ കേവലം തമാശയ്ക്കപ്പുറം ഗൗരവമേറിയ ചില സാമൂഹിക വിഷയങ്ങൾ ചിത്രം സംസാരിക്കുന്നുണ്ട്. പോരായ്മകൾ നോക്കുവാണെങ്കിൽ 2 മണിക്കൂർ 19 മിനിറ്റാണ് സിനിമയുടെ ദൈർഘ്യം. രണ്ടാം പകുതിയിൽ ചില സീനുകൾ കുറച്ചുകൂടി വേഗതയിലാക്കാമായിരുന്നു എന്ന് തോന്നിപ്പിച്ചേക്കാം. പരിചിതമായ കഥാപരിസരം നമുക്ക് അനുഭവപ്പെടാം. ചിലയിടങ്ങളിൽ മുമ്പ് കണ്ടിട്ടുള്ള ക്യാമ്പസ് സിനിമകളിലെ ക്ലീഷേ സീനുകൾ കടന്നു വരുന്നുണ്ട്. ഫൈനൽ വെർഡിക്റ്റ് നോക്കുവാണെങ്കിൽ നിങ്ങൾ പഴയകാല ക്യാമ്പസ് സിനിമകൾ അല്ലെങ്കിൽ ഓർമ്മകൾ ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ ഇന്നത്തെ വിദ്യാർത്ഥി ജീവിതത്തെക്കുറിച്ച് ഗൗരവമായ ഒരു ചിത്രം കാണാൻ ആഗ്രഹിക്കുന്ന ആളാണെങ്കിലും ഈ സിനിമ ഒരു മികച്ച ഓപ്ഷനാണ്. യുവാക്കൾക്കും കുടുംബങ്ങൾക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റിയ ഒരു ഡീസൻറ്റ് ഡ്രാമയാണിത്. റേറ്റിംഗ് നോക്കുവാണെങ്കിൽ നമുക്ക് 3 മാർക്കാണ് കൊടുക്കാൻ കഴിയുക. 5ൽ 3. അടുത്തത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഒരു ഹിന്ദി പടമാണ്. 2026 ഫെബ്രുവരി 20 പുറത്തിറങ്ങിയ ശതക് സംഘ് കെ സൗ വർഷ്.
എന്ന ഒരു പടമാണ്. രാഷ്ട്രീയ സ്വയംസേവക് സംഘത്തിൻ്റെ 100 വർഷത്തെ ചരിത്രം പറയുന്ന ഒരു ചരിത്ര ഡോക്യു ഡ്രാമയാണ് ഈ ഒരു പടം. ആശിഷ് മാൾ സംവിധാനം ചെയ്ത ഈ ചിത്രം സംഘടനയുടെ രൂപീകരണം മുതൽ ഇന്ന് വരെയുള്ള വളർച്ചയെ അടയാളപ്പെടുത്തുന്നു. കഥാപശ്ചാത്തലം നോക്കുവാണെങ്കിൽ സംഘം സ്ഥാപിച്ചത് മുതൽ മാധവ് സദാശിവ് ഗോൾവാൾക്കറുടെ കാലഘട്ടത്തിലൂടെ കടന്ന് ആധുനിക ഇന്ത്യയിലെ സംഘടനയുടെ സ്വാധീനം വരെ ചിത്രം ചർച്ച ചെയ്യുന്നുണ്ട്. അജയ് ദേവഗണിൻ്റെ കരുത്തുറ്റ ശബ്ദത്തിലുള്ള വിവരണമാണ് സിനിമയുടെ ഏറ്റവും വലിയ ആകർഷണം. ചരിത്രപരമായ സംഭവങ്ങളെ പുനരാവിഷ്കരിക്കുന്നതിൽ ചിത്രം വളരെ വിജയിച്ചിട്ടുണ്ട്. ശങ്കർ മഹാദേവൻ, സുരേഷ് വാഡ്കർ തുടങ്ങിയ പ്രഗത്ഭരുടെ ഗാനങ്ങൾ സിനിമയ്ക്ക് വൈകാരികമായ ഒരു തലം തന്നെ നൽകുന്നുണ്ട്. പഴയകാല ചരിത്ര മുഹൂർത്തങ്ങൾ പുനർനിർമ്മിക്കാൻ AI സാങ്കേതിക വിദ്യയെ ഉപയോഗിച്ചിട്ടുണ്ട് എന്നത് ശ്രദ്ധേയമാണ്. സംവിധാനം നോക്കുവാണെങ്കിൽ ചരിത്രപരമായ വസ്തുതകൾക്ക് മുൻഗണന നൽകിയിട്ടുള്ള ഒരു ശൈലിയാണ് അവലംബിച്ചിട്ടുള്ളത്. അഭിനയം നോക്കുവാണെങ്കിൽ ഷാഹിദുർ റഹ്മാൻ, സുബ്രത് ദത്ത എന്നിവർ മികച്ച പ്രകടനമാണ് കാഴ്ചവെച്ചിരിക്കുന്നത്. ആഴത്തിലുള്ള ഗവേഷണമുണ്ട്, അതുപോലെ തന്നെ ആകർഷകമായ പശ്ചാത്തല സംഗീതവുമാണ്. ഇന്ത്യയുടെ സാമൂഹിക രാഷ്ട്രീയ ചരിത്രത്തെക്കുറിച്ചും RSS എന്ന സംഘടനയുടെ പ്രവർത്തന ശൈലിയെക്കുറിച്ചും അറിയാനായിട്ട് താല്പര്യമുള്ളവർക്ക് ഈ ചിത്രം നല്ല ഒരു കാഴ്ചാനുഭവമായിരിക്കും. ഇതൊരു വാണിജ്യ സിനിമ എന്നതിലുപരി ഒരു ചരിത്ര രേഖയാണ് ഒരുക്കിയിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഏതായാലും നിങ്ങൾ ഇതിൽ ഏത് സിനിമയാണ് ഈ ആഴ്ച കണ്ടത്, അല്ലെങ്കിൽ ഇനി കാണാൻ ആഗ്രഹിക്കുന്നത് എന്ന് തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പുതിയ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച കാണുന്നതുവരെ ദിസ് ഈസ് പ്രവീൺ ശ്രീതങ്കം. ടേക്ക് കെയർ. ബൈ ബൈ.